ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പോൾ ചെയ്ത 1,75,989 വോട്ടിൽ ഷൌക്കത്തിന് 77,737 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടും കക്ഷിരഹിത സ്ഥാനാർത്ഥി PV അൻവറിന് 19,760 വോട്ടും ലഭിച്ചു. 8,648 വോട്ടാണ് NDAയുടെ മോഹൻ ജോർജ് നേടിയത്. രാജ്യത്ത് മറ്റ് 4 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 ആം ആദ്മിക്ക് വിജയം. ഓരോ സീറ്റ് വീതം BJPയും തൃണമൂൽ കോൺഗ്രസും നേടി. ലോകം കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ സുസ്ഥിരത അനിവാര്യ ഘടകമായി മാറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ദേശീയ ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ച വേളയിലാണ് ചരിത്രപരമായ സംഭാഷണം നടന്നത്. വൈക്കം സത്യാഗ്രഹം, അഹിംസ, അയിത്തം നിർത്തലാക്കൽ, അധസ്ഥിതരുടെ ഉന്നമനം എന്നീ വിഷയങ്ങളിലായിരുന്നു ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതം ഉണ്ടായതായാണ് സൂചന. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. മൂന്നാറിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ഫ്ളൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കും. മൂന്നാറിന്റെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടം മേഖലയിലെ കോടതി കേസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി P. രാജീവ്. നിയമ, റവന്യൂ, വനം വകുപ്പുകൾ ഒത്തുചേർന്ന് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ ഏകോപനത്തിലാകും സമിതി രൂപീകരിക്കുകയെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. നാളെ രാവിലെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 4 മണിയോടെ വീട്ടുവളപ്പിൽ നടക്കും. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷം നാളെ ചേർത്തലയിൽ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് നാളെ തുടക്കമാവുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം ഓപ്ഷൻ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. നേരത്തെ ഇത് ഈ മാസം 30 വരെയായിരുന്നു. നിലവിലുള്ള ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഉൾപ്പെടെ ഇത് ബാധകമാണ്. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2, 3 തീയതികളിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സിനിമാ നയത്തിന്റെ കരട് രൂപം 1 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ അടുത്ത മാസം 13 നടക്കും. 11 വൈകുന്നേരം നട തുറക്കും. ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണവിലയിൽ വൻ വർധന. 5 മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 2% വർദ്ധിച്ച് ബാരലിന് $79 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇന്ന് പുലർച്ചെ ഇറാനിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേലിലേക്കും വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ആശയം ചെറുക്കുന്നതിനായി നാവിക ഏറ്റുമുട്ടലുകൾക്കുൾപ്പെടെ അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഖോ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിൽ അംഗമായ നിഖിൽ ബിക്ക് കായിക വികസന നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ പാരിതോഷികം അനുവദിച്ചു. 2025 ജനുവരിയിൽ ഡൽഹിയിൽ നടന്ന പ്രഥമ ഖോ ലോകകപ്പ് കളിച്ച ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയാണ് നിഖിൽ. കൊച്ചിയിലെ തേവര പേരന്തൂർ കനാൽ മലിനമാക്കുന്നതിന് ഉത്തരവാദികളായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനും കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2022 ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.